ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റേതായ കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ ചെറിയ ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ്. പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുടി ഒന്ന് കഴുകാനായിട്ട് ഒരുങ്ങുകയാണ്. എണ്ണയൊക്കെ തേച്ച് ഇച്ചിരി പാക്കൊക്കെ ഇടാം. അപ്പം അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എന്നെപ്പോലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എണ്ണ തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ ബോയിലിംഗ് ചെയ്താണ്. ഡബിൾ ബോയിലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണയാണെന്ന് വെച്ചാൽ ആ എണ്ണ ഒരു പാത്രത്തിനകത്ത് ഒഴിച്ച് ആ തിളച്ച വെള്ളത്തിനകത്തേക്ക് എടുത്ത് വെച്ച് ചൂടാക്കുന്നതിനെയാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ്മേരിയുടെ ഇതും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് അത് ആ ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മുടെ നെറുകയിൽ ആ ഉച്ചിക്ക് തേച്ച് പിടിപ്പിക്കണം ഫസ്റ്റ് തന്നെ. എന്നിട്ട് നമ്മുടെ തലയോട്ടിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മുടെ മുടിയുടെ തുമ്പ് വരെയും തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ മസാജ് ചെയ്യണം. സമയമെടുത്ത് തന്നെ പെതുക്കെ ഇരുന്ന് നന്നായിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്യുമ്പോൾ രക്തോട്ടം കൂടി നമുക്ക് ആ മുടികളൊക്കെ കിഴിച്ച് വരാൻ നല്ല സഹായമാവും. അപ്പം അങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം. ഞാനിങ്ങനെ സ്പീഡിലിട്ടേക്കുന്നതുകൊണ്ടാണ് എളുപ്പം ചെയ്യുന്ന പോലെ കാണുന്നത്. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പെതുക്കെ തന്നെ ചെയ്യുക. എന്നിട്ട് നമുക്ക് മുടി കെട്ടി വെക്കണം. കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു പാക്ക് തയ്യാറാക്കണം. പാക്കിന് ആവശ്യമായിട്ട് വരുന്നത് ഒരു കോഴിമുട്ട, പിന്നെ കുറച്ച് കാപ്പിപ്പൊടി, ശകലം ഉലുവ. ശകലം അല്ല, ഓരോരുത്തരുടെ മുടിയുടെ നീളത്തിൻ്റെ ഉള്ളിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. കോഴിമുട്ട എന്ന് പറയുന്നത് ഇപ്പോൾ കോഴിമുട്ട തന്നെയാണോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു മുട്ട. പിന്നെ നമുക്ക് മിക്സ് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റെങ്കിലും വെച്ചിട്ടേ നമ്മുടെ തലയിൽ തേക്കാവുള്ളൂ. അപ്പോഴേ അതിൻ്റെ ആ ഒരു ഗുണം ഇറങ്ങത്തുള്ളൂ. അപ്പം നമ്മൾ മിക്സ് നമ്മുടെ തലയിൽ തേക്കാൻ പോകും. നമ്മൾ എണ്ണ തേച്ചിട്ടൊരു 20 മിനിറ്റെങ്കിലും വെച്ചേക്കണം. അതിന് ശേഷമേ നമുക്ക് ഇതേപോലെ പാക്ക് ഇടാവുള്ളൂ. അപ്പോൾ പായ്ക്കും ഇതേപോലെ തന്നെ നമ്മൾ തലയോട്ടിയിൽ മുടി ഫുള്ള് തുമ്പ് വരെയും തേച്ച് പിടിപ്പിക്കണം. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് അതും നമ്മുടെ മുടിയിൽ ഇങ്ങനെ പിടിക്കാനും വേണ്ടി വെച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളത് അത്രയും നേരം നമ്മളിത് നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഞാൻ ഈ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. സ്പാ ചെയ്യാനൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം മുടങ്ങിയപ്പോഴത്തേക്കിനും എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു ഗൈസ്. അങ്ങനെയാണ് ഞാൻ മുടി മുറിച്ചത്. അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏത് ഷാമ്പുവാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് മുടി നന്നായിട്ട് മുറിച്ച് കളയണം. മുടി നന്നായിട്ട് നമുക്ക് ഷാമ്പു ഇട്ട് നന്നായിട്ട് കഴുകാം. നമ്മൾ ഷാമ്പു ഇട്ട് കഴുകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പാക്കിനകത്ത് നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടല്ലോ, ആ മുട്ടയുടെ ആ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷാമ്പു ഇട്ട് കഴുകുന്നത്. അതുകൊണ്ട് എൻ്റെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു ഇതുപോണൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ കണക്ക് ഇങ്ങനെ പറന്ന് കിടക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഉള്ളു തോന്നിക്കും. നല്ല ഉവ്വാന്നും പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് എണ്ണയൊന്ന് തൊട്ട് പുരട്ടി തേച്ച് കഴിഞ്ഞാൽ ദണ്ട് ഇതേപോലെ നല്ല ഷൈനി ലുക്കായിട്ട് കിടക്കും. എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. കാരണം എന്നെപ്പോലെ സ്മൂത്തനിങ് ചെയ്ത് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവർക്ക് ഉപകാരമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു ലൈക്ക് കൂടി പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ പാക്കുകളൊക്കെ ഇടുന്നത് കൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ കണ്ടോ കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയർസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ അബദ്ധം പറ്റിയിരിക്കുകയാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.